ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ടോപ്പ് 10 ചലഞ്ചിലെ ആദ്യത്തെ ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. ഇന്ന് നമ്മുടെ ഹിസ്റ്ററി ബേസ്ഡ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഴിഞ്ഞ PSC എക്സാമുകളിൽ ചോദിച്ച 10 ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ്. ക്ലാസ് മൊത്തമായി കാണുക. അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് OA മെയിൻസിന് ചോദിച്ച ചോദ്യമായിരുന്നു, ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് എന്നുള്ളത്. അപ്പോൾ ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ കേളപ്പൻ, ഓപ്ഷൻ ബി KP കേശവമേനോൻ, ഓപ്ഷൻ സി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ, ഓപ്ഷൻ ഡി ചേറ്റൂർ ശങ്കരൻ നായർ. നമുക്കറിയാം ഉത്തരം എന്ന് പറയുന്നത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ചേറ്റൂർ ശങ്കരൻ നായരെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ചോദ്യം ചോദിച്ചേക്കുന്നത് 1897 അമരാവതി സമ്മേളനം. അമരാവതി സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ഏതെന്ന് പറയുന്നത് സി ശങ്കരൻ നായർ അഥവാ ചേറ്റൂർ ശങ്കരൻ നായർ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഏറ്റവും കൂടുതൽ PSC ചോദിച്ചേക്കണ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ആദ്യത്തെ മലയാളി ആരാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ചേറ്റൂർ ശങ്കരൻ നായരാണ്. അതേപോലെ തന്നെ 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ആര് തന്നെയാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമുക്കറിയാം 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ ജനറൽ സെക്രട്ടറി ആരാണ്? ഏവോ ഹ്യൂമാണ്. ഒരിക്കൽ PSC ചോദിച്ചത് ഏവോ ഹ്യൂം എന്ന് പറയുന്ന ആൾ ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് സ്കോട്ട്ലൻഡുകാരനായിട്ടുള്ള വ്യക്തിയായിരുന്നു ഏവോ ഹ്യൂം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ ഏതാണ്? അത് ബോംബെ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ആദ്യ സമ്മേളനത്തിന് വേദിയാകാൻ തീരുമാനിച്ച നഗരം ഏതാന്ന് ചോദിച്ചാൽ, അതായത് ആദ്യത്തെ സമ്മേളനത്തിന് വേദിയാക്കാൻ തീരുമാനിച്ചു, പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, അവിടെ നിലവിൽ INCയുടെ ആദ്യത്തെ സമ്മേളനം നടന്നില്ല. അതെവിടെയാണെന്ന് ചോദിച്ചാൽ അത് പൂനെയാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ആദ്യ സമ്മേളനത്തിന് വേദിയായത് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജിൽ വച്ചാണ് ആദ്യ സമ്മേളനം നടന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അത് ബോംബെയിലാണ്. എന്നാൽ ആദ്യ സമ്മേളനത്തിന് വേദിയാക്കാൻ തീരുമാനിച്ച നഗരം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് പൂനെയാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ആദ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സെക്രട്ടറി ആരാണ്, അതേപോലെ തന്നെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാലും സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാലും ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഉത്തരം ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അലൻ ഒക്ടോവിയൽ ഹ്യൂമാണ്. അദ്ദേഹം ഏത് രാജ്യക്കാരനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഏത് രാജ്യക്കാരനാണ്? സ്കോട്ട്ലൻഡുകാരനായിട്ടുള്ള വ്യക്തിയാണ് അലൻ ഒക്ടോവിയൽ ഹ്യൂം എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞു ചേറ്റൂർ ശങ്കരൻ നായർ. നമ്മൾ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മലയാളി പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ചേറ്റൂർ ശങ്കരൻ നായരാണ്. അതേപോലെ തന്നെ 1897 അമരാവതി സമ്മേളനം വെരി വെരി ഇമ്പോർട്ടൻ്റ്. 1897 അമരാവതി സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ PSC ചോദിച്ചേക്കണ പോയിന്റും അത് തന്നെയാണ്. അമരാവതി സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അത് ആരാണ്? നമ്മുടെ ചേറ്റൂർ ശങ്കരൻ നായരാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ആണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ INCയുമായി ബന്ധപ്പെട്ടും. ആദ്യത്തെ പ്രസിഡന്റ് കൂടി ഒന്ന് ഓർത്തു വെച്ചോ, ആരാണ്? WC ബാനർജി ആണ്. അപ്പോൾ INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ പ്രസിഡന്റ് ആരാണ്? WC ബാനർജി ആണ്. സെക്രട്ടറി ഏവോ ഹ്യൂമാണ്. അദ്ദേഹം സ്കോട്ട്ലൻഡുകാരനാണ്. ആദ്യ സമ്മേളനം ബോംബെയിൽ വെച്ചാണ് നടന്നത്. ആദ്യ സമ്മേളനത്തിന് വേദിയാകാൻ തീരുമാനിച്ചത് ഏതായിരുന്നു? പൂനെ ആയിരുന്നു എന്നുള്ള ഓർക്കുക. അതേപോലെ തന്നെ എന്നാണ് INC രൂപീകൃതമായതെന്ന് ചോദിച്ചാൽ 1885 ഡിസംബർ 28 ഓർത്തു വയ്ക്കുക. ആദ്യത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ WC ബാനർജി ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് INCയുമായി ബന്ധപ്പെട്ട 2-3 കാര്യങ്ങൾ കൂടി പറയാം. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായപ്പോൾ ആരായിരുന്നു ഇവിടുത്തെ വൈസ്രോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈസ്രോയി ആരാണ്? അത് ഡഫറിൻ പ്രഭു ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ആരാണ്? ഡഫറിൻ പ്രഭു ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായപ്പോൾ ഇവിടുത്തെ വൈസ്രോയി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്
ഡഫറിൻ ബ്രഫു ആണ്. ആ സമയത്ത് ഇവിടുത്തെ ബോംബെ ഗവർണർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലോർഡ് റേ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ലോർഡ് റേ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ അന്നേരം ഇവിടുത്തെ ഇന്ത്യയുടെ നിലവിൽ സെക്രട്ടറി ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റാൻഡോൾഫ് ചർച്ചിലാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. സെക്രട്ടറി ജനറൽ ഓഫ് ഇന്ത്യ റാൻഡോൾഫ് ചർച്ചിലാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ INC-യുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ചേറ്റൂർ ശങ്കരൻ നായരുമായി ബന്ധപ്പെട്ടും ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് SCERT-ൽ ചേറ്റൂർ ശങ്കരൻ നായരെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ചേറ്റൂർ ശങ്കരൻ നായരുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെയാണ് SCERT-ൽ ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളിയാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന ഒരേ ഒരു മലയാളിയാണ് ആരെന്ന് പറയുന്നത് ചേറ്റൂർ ശങ്കരൻ നായർ. ഈ പോയിന്റ് നമ്മളിപ്പോൾ പറഞ്ഞതാണ്. പാലക്കാട്ടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ 1897 അമരാവതി സമ്മേളനത്തിലാണ് അദ്ദേഹം പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് അദ്ദേഹം വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവച്ചു. ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച അദ്ദേഹം ഗാന്ധിയും അരാജകത്വവും, മക്കളെ വെരി വെരി ഇമ്പോർട്ടൻ്റ്, ഉറപ്പായും ഇനിയും ഈ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഗാന്ധിയും അരാജകത്വവും. അപ്പോൾ ഗാന്ധിയും അതേപോലെ തന്നെ അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത്. അതായത് ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ഗ്രന്ഥം. നോക്കിയേ, ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച അദ്ദേഹം എഴുതിയ ബുക്കാണ് ഏതെന്ന് പറയുന്നത് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം. ഗാന്ധിയും അരാജകത്വവും, അല്ലെങ്കിൽ എന്താണ് ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ഗ്രന്ഥം ആരുടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ആരുടെയാണ്? ചേറ്റൂർ ശങ്കരൻ നായരുടെയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചേറ്റൂർ ശങ്കരൻ നായരുമായി ബന്ധപ്പെട്ട് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ചേറ്റൂർ ശങ്കരൻ നായരായിരുന്നു. അപ്പോൾ ഗാന്ധി ആൻഡ് അനാർക്കി എന്ന കൃതി ആരുടെയാണ് എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. ഗാന്ധി ആൻഡ് അനാർക്കി, ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം ഗാന്ധിയൻ സമരമാർഗങ്ങളോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ച് അദ്ദേഹം എന്ത് ചെയ്തതാണ്? രചിച്ച ഗ്രന്ഥമാണ് ഗാന്ധിയും അരാജകത്വവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. 1897 അമരാവതി സമ്മേളനത്തിലെ പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് അദ്ദേഹം വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ അംഗത്വം രാജിവെച്ചു എന്നുള്ളതും ഓർത്തു വയ്ക്കുക. വൈസ്രോയിയുടെ എന്താണ് എക്സിക്യൂട്ടീവ് കൗൺസിലിലെ അംഗത്വം രാജിവെച്ചത് താഴെ പറയുന്നവയിൽ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ചേറ്റൂർ ശങ്കരൻ നായരാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചേറ്റൂർ ശങ്കരൻ നായരുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. നമുക്ക് അടുത്തൊരു ഓപ്ഷനിലേക്ക് നോക്കാം. നമുക്ക് പഠിക്കാം കെ കേളപ്പനെ കുറിച്ച്. കെ കേളപ്പൻ ജനിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ 1889 ഓഗസ്റ്റ് 24 കെ കേളപ്പൻ ജനിച്ചത്. കോഴിക്കോട് ജില്ലയിലെ മൂടാടിയിലെ മുച്ചുകുന്ന് എന്ന സ്ഥലത്താണ് കെ കേളപ്പൻ ജനിച്ചത്. ഹരിജനത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടിയും ഐക്യത്തിനെതിരെയും കേളപ്പൻ പ്രവർത്തിച്ചു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു KPCC പ്രസിഡന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ കേളപ്പനാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. കേരളത്തിൽ സർവോദയ പ്രസ്ഥാനത്തിൻ്റെയും ഭൂദാന പ്രസ്ഥാനത്തിൻ്റെയും നേതാവ്. അപ്പോൾ കേരളത്തിലെ എന്താണ് സർവോദയ പ്രസ്ഥാനത്തിൻ്റെയും, കേരളത്തിലെ സർവോദയ പ്രസ്ഥാനത്തിൻ്റെയും അതേപോലെ തന്നെ എന്താണ് ഭൂദാന പ്രസ്ഥാനത്തിൻ്റെയും നേതാവായിരുന്നു. ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റെ സർവോദയ പ്രസ്ഥാനത്തിൻ്റെയും അതേപോലെ തന്നെ ഭൂദാന പ്രസ്ഥാനത്തിൻ്റെയും നേതാവായിരുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ കേളപ്പനാണ്.
കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. കേരള ഗാന്ധി മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. PYQ ഒക്കെ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കെ കേളപ്പനാണ്. ഓക്കെ, അതേപോലെ തന്നെ കേളപ്പൻ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുകയും മാതൃഭൂമിയുടെ പത്രാധിപനായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു. കെ കേളപ്പൻ ഹരിജനങ്ങൾക്കു വേണ്ടി ഗോപാലപുരത്ത് കോളനി സ്ഥാപിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ അത് 1921 ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനത്തിൻ്റെ ഭാഗമായി നടന്ന സത്യാഗ്രഹ സമരത്തിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് കേളപ്പൻ അവസാനിപ്പിച്ചത്. ഐക്യ കേരള രൂപവൽക്കരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ കെ കേളപ്പനായിരുന്നു. അതേപോലെ തന്നെ കെ കേളപ്പൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1952 കെ കേളപ്പൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുത്തത്. അപ്പോൾ കെ കേളപ്പൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുത്തത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1952 കിസാൻ മസ്ദൂർ പ്രചാർ പാർട്ടിയിൽ നിന്നാണ് അദ്ദേഹം നിലവിൽ എന്ത് ചെയ്തത്? ഈ പറയുന്ന കെ കേളപ്പൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി എന്ന് പറയുന്നത് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി. ഓക്കെ, പ്രജാ പാർട്ടി. അപ്പോൾ കെ കേളപ്പൻ പാർലമെൻറ്റിലേക്ക് ഏതു പാർട്ടിയിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിസാൻ മസ്ദൂർ പ്രചാർ പാർട്ടിയിൽ നിന്നാണ്. ഓക്കെ, അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു വാക്യമുണ്ട്. മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ ഒരു കൊച്ചു പാകിസ്ഥാനെ സൃഷ്ടിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതും കെ കേളപ്പനാന്നുള്ളത് ഒന്ന് ഓർത്തു വച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങാനും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ ഒരു കൊച്ചു പാകിസ്ഥാനെ സൃഷ്ടിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കെ കേളപ്പനാന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ കെ കേളപ്പൻ്റെ ജീവചരിത്രം രചിച്ചത് AP മന്മഥനാണ്. അതേപോലെ തന്നെ കേരള ഗാന്ധി കേളപ്പൻ മ്യൂസിയം ഗവേഷണ കേന്ദ്രം ഇതൊക്കെ നിലവിൽ വരുന്നത് പാക്കനാർപുരമാണ്, കോഴിക്കോട് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. 1971 ഒക്ടോബർ 7 അദ്ദേഹം അന്തരിക്കുന്നത്. 1971 ഒക്ടോബർ 7 അദ്ദേഹം എന്ത് ചെയ്യാണ്? അന്തരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്റും നമ്മൾ പറഞ്ഞു. അദ്ദേഹം ജനിച്ചത് എന്നാന്ന് ചോദിച്ചാൽ മക്കളെ 1889 ഓഗസ്റ്റ് 24. അതേപോലെ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു KPCC പ്രസിഡന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് KPCC പ്രസിഡന്റ്? അത് കെ കേളപ്പനാന്നുള്ളത് ഓർത്ത് വയ്ക്കുക. കേരളത്തിലെ സർവോദയ പ്രസ്ഥാനത്തിൻ്റെയും അതേപോലെ തന്നെ ഭൂദാന പ്രസ്ഥാനത്തിൻ്റെയും നേതാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതും കെ കേളപ്പനാണ്. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വിശേഷിപ്പിച്ചത് കേരള ഗാന്ധി എന്ന പേരിലാണ്. 1952 പാർലമെൻറ്റിലേക്ക് അദ്ദേഹം നിലവിൽ വരുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ടത് 1952 അതേപോലെ തന്നെ അത് ഏതു പാർട്ടിയിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി എന്ന ആ ഒരു പാർട്ടിയിൽ നിന്നാണ് അദ്ദേഹം എന്ത് ചെയ്തത്? തിരഞ്ഞെടുക്കപ്പെട്ടത്. മലപ്പുറം ജില്ലയുടെ രൂപീകരണത്തെ ഒരു കൊച്ചു പാകിസ്ഥാനെ സൃഷ്ടിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടതും കെ കേളപ്പനാണ്. അതേപോലെ തന്നെ അദ്ദേഹം അന്തരിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ 1971 ഒക്ടോബർ 7 ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് കെ കേളപ്പനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. അടുത്ത് നമുക്ക് KP കേശവമേനോനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1886 മുതൽ 1978 വരെയാണ് KP കേശവമേനോൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ KP കേശവമേനോൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1886 to 1978. അദ്ദേഹം ജനിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1886 സെപ്റ്റംബർ 1 അദ്ദേഹം ജനിക്കുന്നത്. ജന്മസ്ഥലം പാലക്കാടിലെ തരൂർ ഗ്രാമത്തിലാണ്. ഓക്കെ, പാലക്കാട് ജില്ലയിലെ തരൂർ ഗ്രാമത്തിൽ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരാണ് കിഴക്കേപ്പോറ്റ കേശവമേനോൻ. വേണമെങ്കിൽ ചോദിക്കാം കിഴക്കേപ്പോറ്റ. ഓക്കെ, കിഴക്കേപ്പോറ്റ കേശവമേനോൻ ഇതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത്, കിഴക്കേപ്പോറ്റ കേശവമേനോൻ. മാതാപിതാക്കളാണ് ഭീമനച്ചൻ മീനാക്ഷി അതേപോലെ തന്നെ നൈത്യാർ. ഓക്കെ, മീനാക്ഷി നൈത്യാർ, ഭീമനച്ചനാണ് മാതാപിതാക്കൾ. കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ കുട്ടൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഓർത്തു വച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബാല്യകാല നാമം എന്താണ്?
കുട്ടൻ എന്ന പേരിലാണ് അദ്ദേഹം KP കേശവമേനോൻ അറിയപ്പെട്ടത്. ബാല്യകാലത്ത് കുട്ടൻ എന്ന പേരിലാണ്. കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നതാണ് കേരളത്തിൻ്റെ. ഓക്കെ, അപ്പോൾ കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് KP കേശവമേനോനാണ്. കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടത് KP കേശവമേനോൻ. KP കേശവമേനോൻ കോൺഗ്രസിൽ അംഗമായ വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1915 എവിടെ? കോൺഗ്രസ്സിൽ അംഗമായത്. അപ്പോൾ എന്നാണ് KP കേശവമേനോൻ കോൺഗ്രസ്സിൽ അംഗമായ വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1915. 1916 പാലക്കാട് വെച്ച് നടന്ന മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിൽ ഇന്ത്യക്ക് സ്വയംഭരണം വേണമെന്ന് പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയായിരുന്നു KP കേശവമേനോൻ. KP കേശവമേനോൻ പങ്കെടുത്ത ആദ്യത്തെ INC സമ്മേളനം അതെന്നാ ചോദിച്ചാൽ 1916 സമ്മേളനത്തിൻ്റെ പേര് ലക്നൗ സമ്മേളനമാണ്. അപ്പോൾ ലക്നൗ സമ്മേളനത്തിനാണ് ആദ്യമായിട്ട് KP കേശവമേനോൻ പങ്കെടുത്ത സമ്മേളനം. ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 1916 ലക്നൗ സമ്മേളനമാണ്. ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു KP കേശവമേനോൻ. കോഴിക്കോട് സ്ഥാപിതമായ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമാര് തന്നെയാണ് KP കേശവമേനോനാന്നുള്ളത് ഓർത്തു വയ്ക്കുക. KP കേശവമേനോൻ. അതേപോലെ തന്നെ അദ്ദേഹം മാതൃഭൂമി പത്രം ആരംഭിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1923 മാർച്ച് 18 മാതൃഭൂമി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത്. അതായത് ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ ആരംഭിച്ച മലയാള ദിനപത്രം. വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ, ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ ആരംഭിച്ചത്. അപ്പോൾ ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ ആരംഭിച്ച മലയാള ദിനപത്രം ഏതാണ് എന്ന് ചോദിച്ചാൽ മക്കളെ അതിൻ്റെ ഉത്തരമാണ് ഏതെന്ന് പറയുന്നത് യെസ്, മാതൃഭൂമി. ഓക്കെ, അപ്പോൾ ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ ആരംഭിച്ച മലയാള ദിനപത്രം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മാതൃഭൂമിയാണ്. മാതൃഭൂമി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1923 മാർച്ച് 18. മാതൃഭൂമി ദിനപത്രമായി പ്രസിദ്ധീകരണം ആരംഭിച്ചതാണ് 1930 ഏപ്രിൽ 6 എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായ ആദ്യ മലയാളി. നല്ലൊരു ചോദ്യമാണ്. ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായ ആദ്യ മലയാളിയാണ് KP കേശവമേനോൻ. അദ്ദേഹത്തിൻ്റെ കൃതി എപ്പോഴും ചോദിക്കാറുണ്ട്. അതായത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് കഴിഞ്ഞ കാലം എന്ന് പറയുന്നത്. അപ്പോൾ KP കേശവമേനോന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? കഴിഞ്ഞ കാലമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. KP കേശവമേനോൻ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് രാഷ്ട്രപിതാവ്. 1969 അദ്ദേഹത്തിന് KP കേശവമേനോന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് രാഷ്ട്രപിതാവ്. രാഷ്ട്രപിതാവ് എന്നാന്ന് ചോദിച്ചാൽ 1969 ഈ കൃതിക്ക് എന്ത് കിട്ടിയത്? കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രപിതാവ് എന്ന് പറയുന്ന കൃതിക്കാണ്. 1969 നമുക്കറിയാം ISRO നിലവിൽ വന്നത്, മലപ്പുറം ജില്ല നിലവിൽ വന്നത്, അതൊക്കെ 1969. അപ്പോൾ ഇത്രയാണ് KP കേശവമേനോനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. പറഞ്ഞ കാര്യം മക്കളെ ഒന്നുകൂടി പറയാം. അതായത് എന്താണ്? 1886 മുതൽ 1978 വരെയാണ് ആരുടെ കാലഘട്ടം എന്ന് പറയുന്നത്? യെസ്, KP കേശവമേനോൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1886 ടു 1978. അദ്ദേഹം ജനിച്ചത് 1886 സെപ്റ്റംബർ 1 ജനനം. ജനിച്ച സ്ഥലമാണ് പാലക്കാട് ജില്ലയിലെ തുരൂർ ഗ്രാമം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. കിഴക്കേ പൊറ്റ കേശവമേനോൻ എന്നുള്ളതാണ് യഥാർത്ഥ പേര്. ഓക്കെ, യഥാർത്ഥ പേരാണ് കിഴക്കേ പൊറ്റ കേശവ മേനോൻ എന്നുള്ളത്. മാതാപിതാക്കൾ നമ്മൾ പറഞ്ഞു ഭീമനച്ചൻ, മീനാക്ഷി നൈദ്യാറാണ്. കുട്ടിക്കാലത്ത് അദ്ദേഹം, അതായത് ബാല്യകാല നാമം എന്താ ചോദിച്ചാൽ കുട്ടൻ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം. കുട്ടൻ എന്നതാണ്. അതേപോലെ തന്നെ എന്താണ് നിലവിൽ കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്? ഓക്കെ, അപ്പോൾ കേരളത്തിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? KP കേശവമേനോനാണ് കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. KP കേശവമേനോൻ ആദ്യമായി പങ്കെടുത്ത INC സമ്മേളനം ചോദിച്ചു കഴിഞ്ഞാൽ
16 ലക്നൗ സമ്മേളനമാണ്. അതേപോലെ തന്നെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ ആരംഭിച്ച മലയാള ദിനപത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ യങ് ഇന്ത്യയുടെ മാതൃകയിൽ ആരംഭിച്ച മലയാള ദിനപത്രം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അത് മാതൃഭൂമിയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ അദ്ദേഹത്തിന് നിലവിൽ കെ.പി. കേശവമേനോന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയായിരുന്നു രാഷ്ട്രപിതാവ്. അത് 1969 രാഷ്ട്രപിതാവ് എന്ന് പറയുന്ന കൃതി എഴുതിയത്. അതേപോലെ തന്നെ കെ.പി. കേശവമേനോന് കേന്ദ്ര സാഹിത്യ അക്കാദമി അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ആ കൃതിയാണ് ഏതെന്ന് പറയുന്നത് കഴിഞ്ഞ കാലം. കഴിഞ്ഞ കാലം എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ കെ.പി. കേശവമേനോന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അത് 1958 കഴിഞ്ഞ കാലത്തിനാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. കഴിഞ്ഞ കാലം കേന്ദ്ര സാഹിത്യ അക്കാദമി. എന്നാൽ നിലവിൽ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ചോദിച്ചു കഴിഞ്ഞാൽ അത് രാഷ്ട്രപിതാവ്. അത് 1969 രാഷ്ട്രപിതാവ് എന്ന് പറയുന്ന കൃതിക്ക് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാനായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു ഓപ്ഷൻ കൂടി പറഞ്ഞ് നമുക്ക് ഈ ഒരു ചോദ്യം അവസാനിപ്പിക്കാം. അതായത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തി. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ കേരളത്തിലെ ആദ്യകാല കോൺഗ്രസ് നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്നത്. മലബാറിൽ ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് എന്നും അറിയപ്പെടുന്നു. മുസ്ലിം ഐക്യസംഘവുമായി സഹകരിച്ചുകൊണ്ട് സാമുദായിക പരിഷ്കരണ രംഗത്തും സാഹിബ് നിലവിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണ് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ എന്തെന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടി. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പത്രമാണ് അൽ അമീൻ എന്ന് പറയുന്ന പത്രം. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ്റെയാണ് അൽ അമീൻ എന്ന് പറയുന്ന പത്രം എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു നമുക്ക് എന്താണ് ഈ പറയുന്ന എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇതുമായി ബന്ധപ്പെട്ട് 4 ഓപ്ഷനുകളും നമ്മൾ പറഞ്ഞു. അപ്പോൾ 4 ഓപ്ഷനുകളും വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണനക്രമത്തിലാക്കുക. എപ്പോഴും PSC ചോദിക്കാറുള്ള വർഷങ്ങൾ തന്നെയാണിത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചോദ്യവുമാണ്, അതേപോലെ തന്നെ അറിയാവുന്ന വർഷവുമാണ് ഓപ്ഷനിലുള്ളത്. പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങൾ അതിൽ ഒന്നാമത്തെ കുളച്ചൽ യുദ്ധം നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ നമുക്കറിയാം 1741 കുളച്ചൽ യുദ്ധം. ഇനി ആറ്റിങ്ങൽ ലഹള നടന്ന വർഷം എന്നാണ് ചോദിച്ചാൽ 1721. ഇനി ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 1792 നിലവിൽ ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവച്ചത്. അതേപോലെ തന്നെ അടുത്തൊരു വർഷമാണ് എപ്പോഴും അറിയാവുന്ന കുണ്ടറ വിളംബരം നടന്ന വർഷം. അത് നമുക്കറിയാം 1809 കുണ്ടറ വിളംബരം. അങ്ങനെയാണെങ്കിൽ കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണന ക്രമത്തിലാക്കുക. ആദ്യം നടന്നത് ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. നമുക്ക് നോക്കാം. ഓപ്ഷനിൽ സിയിലാണ് ആദ്യം 2 വരുന്നത്. പിന്നെ നമുക്ക് കൂടുതൽ നോക്കേണ്ട കാര്യമില്ല, ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഇനി ഓരോന്നും എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. കുളച്ചൽ യുദ്ധം എന്താണ്, ആറ്റിങ്ങൽ കലാപം എന്താണ്, അതേപോലെ തന്നെ ശ്രീരംഗപട്ടണം സന്ധി എന്തായിരുന്നു, കുണ്ടറ വിളംബരം എന്തായിരുന്നു, ഇതെല്ലാം നമുക്കൊന്ന് ഓടിച്ച് നോക്കി പോവാം. ഓൾറെഡി നമ്മൾ ഇതെല്ലാം കറക്റ്റ് നിങ്ങൾക്ക് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ ഇതെല്ലാം നമ്മൾ പറഞ്ഞ് സെറ്റ് ചെയ്ത് തന്നാണ്. എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ഇതൊന്ന് പഠിച്ചു പോകാം. അപ്പോൾ ആദ്യം നമുക്ക് കുളച്ചൽ യുദ്ധം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ കുളച്ചൽ യുദ്ധത്തെക്കുറിച്ച് SCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് കുളച്ചൽ യുദ്ധം ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വിനാശകരമായിരുന്നു. കുളച്ചൽ യുദ്ധം ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം അത്യന്തം വിനാശകരമായിരുന്നു. പ്ലാസി യുദ്ധത്തെ പോലെ ഇതും ഒരു മഹായുദ്ധമൊന്നും ആയിരുന്നില്ല. പക്ഷേ കേരളം മലബാർ പിടിച്ചെടുക്കാമെന്ന ഡച്ചുകാരുടെ മോഹം ഇതോടെ അസ്തമിച്ചു. കുളച്ചൽ യുദ്ധത്തോടുകൂടി
ഡച്ചുകാരുടെ ആയുധബലത്തിനേറ്റ ആദ്യത്തെ ശക്തിയേറിയ പ്രഹരമായിരുന്നു കുളച്ചൽ യുദ്ധം. ഇമ്പോർട്ടൻ്റ് ആണ്. ഡച്ചുകാരുടെ ആയുധബലത്തിനേറ്റ ശക്തിയേറിയ പ്രഹരമായിരുന്നു കുളച്ചൽ യുദ്ധം. അതിൻ്റെ ആഘാതത്തിൽ നിന്നും മുക്തി നേടാൻ പിന്നീടൊരിക്കലും അവർക്ക് കഴിഞ്ഞില്ല. ഇതുതന്നെയാണ് ഈ യുദ്ധം കൊണ്ടുണ്ടായ ധാർമ്മിക നേട്ടവുമെന്ന് ഹിസ്റ്ററി ഓഫ് കേരള സർദാർ KM പണിക്കറാണ് ഈ ഒരു സംഭവം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത് ഡച്ചുകാരുടെ ആയുധബലത്തിനേറ്റ ശക്തിയേറിയ പ്രഹരമായിരുന്നു കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ 1741 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ഓക്കെ, ഇനി അതിക്ക് മുന്നേ നടന്ന ഒരു സംഭവമാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. ആറ്റിങ്ങൽ കലാപം നമുക്കറിയാം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ്. ഓക്കെ, അപ്പോൾ 1721 ഏത് നടക്കുന്നത്? ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് 1721. അതായത് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. അപ്പോൾ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ഏതെന്ന് പറയുന്നത്? ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സംഘടിത കലാപമാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. ആറ്റിങ്ങൽ കലാപം. ഓക്കെ, ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ആദിത്യവർമ്മയാണ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ആരായിരുന്നു വേണാടിലെ ഭരണാധികാരി എന്ന് ചോദിച്ചാൽ ആരാണ്? യെസ്, ആദിത്യവർമ്മയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1721 ഏപ്രിൽ 15 ഓർത്തു വയ്ക്കുക. അപ്പോൾ ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വർഷവും അതേപോലെ തന്നെ മാസവും അതേപോലെ തന്നെ ഡേറ്റും പഠിക്കുക. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടന്നത്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഗീഫോർഡാണ്. ഗീഫോർഡ്. അപ്പോൾ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ആരെന്ന് പറയുന്നത്? ഗീഫോർഡാണ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗീഫോർഡ്. 150ഓളം വരുന്ന ബ്രിട്ടീഷുകാരെയും നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിൽ കൊല്ലപ്പെടുകയുണ്ടായി എന്നാണ് പറയുന്നത്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1723 വേണാട് ഉടമ്പടി എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ എന്നാണ് വേണാട് ഉടമ്പടി ഒപ്പുവെച്ചതെന്ന് ചോദിച്ചാൽ എന്നാണ്? 1723 ഓർത്തു വയ്ക്കുക. അപ്പോൾ നമ്മൾ രണ്ട് കാര്യം പറഞ്ഞു ഓപ്ഷനുള്ളത്. ഒന്ന് പറഞ്ഞു കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്ന വർഷം എന്നാണ് ചോദിച്ചാൽ 1741 കുളച്ചൽ യുദ്ധം നടന്നത്. 1741 കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? ഡച്ചുകാരുടെ ആയുധബലത്തിനേറ്റ ആദ്യത്തെ ശക്തിയേറിയ പ്രഹരമായിരുന്നു ഏതെന്ന് പറയുന്നത്? കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്താണ്? കേരളത്തിലെ മലബാർ പിടിച്ചെടുക്കാമെന്ന ഡച്ചുകാരുടെ മോഹം അവസാനിപ്പിച്ച യുദ്ധം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏത് തന്നെയാണ്? കുളച്ചൽ യുദ്ധമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. പിന്നെ നമ്മൾ പഠിച്ചു ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറ്റിങ്ങൽ കലാപം എന്നാണ്? 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. അതായത് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത്? ആറ്റിങ്ങൽ കലാപം. അതായത് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപമെന്ന് പറയുന്നത്. ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആയിരുന്നു ആരെന്ന് പറയുന്നത്? ആദിത്യവർമ്മ. ആരാണ്? ആദിത്യവർമ്മ. ഓക്കെ, വേണാടിലെ ഭരണാധികാരി ആദിത്യവർമ്മ. എന്നാണ് ഒരു പ്രോപ്പറായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് നമ്മുടെ ആറ്റിങ്ങൽ കലാപം നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 1721 ഏപ്രിൽ 15. അങ്ങനെ തന്നെ ഓർത്തു വയ്ക്കുക. വർഷം 1721, മാസം ഏപ്രിലാണ്, ദിവസം 15 ഓർത്തു വയ്ക്കുക. SCERT ബുക്ക് പ്രകാരം പറയുന്നത് 150ഓളം ആളുകളെയാണ്, ബ്രിട്ടീഷുകാരെയാണ് ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് വധിച്ചത്. അതിൻ്റെ അകത്ത്
ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗീഫോർഡ് ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗീഫോർഡ്. അതേപോലെ തന്നെ ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. ഒപ്പുവെച്ചത് 1723 ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള വസ്തുതകളിലേക്ക് നോക്കാം. കുണ്ടറ വിളംബരവും അതേപോലെ തന്നെ ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചതും നോക്കിയതിന് ശേഷം നമുക്ക് ഈ ക്വസ്റ്റ്യൻ അവസാനിപ്പിക്കാം. ഓക്കെ അടുത്തതാണ് കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം നടന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1809 കുണ്ടറ വിളംബരം നടന്നത്. അതായത് ബ്രിട്ടീഷ് ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്നും അമർച്ച ചെയ്യാൻ വേലുത്തമ്പി ദളവ കുണ്ടറയിൽ വച്ചു നടത്തിയ ചരിത്ര പ്രസിദ്ധമായ വിളംബരമാണ് കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്നും അമർച്ച ചെയ്യാൻ വേലുത്തമ്പി ദളവ കുണ്ടറയിൽ വച്ചു നടത്തിയ ചരിത്ര പ്രസിദ്ധമായ വിളംബരമാണ് കുണ്ടറ വിളംബരം. എന്നാണ് കുണ്ടറ വിളംബരം നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1809 ജനുവരി 11 കൂടി ഓർത്ത് വയ്ക്കുക. കാരണം ഒരു ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: 1809 ജനുവരി 11 എന്നുള്ളത്. 1984 മകരം 1 ഈ പറയുന്ന കുണ്ടറ വിളംബരം നടക്കുന്നത്. കുണ്ടറ വിളംബരം നടത്തിയ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രത്തിലാണ്. അപ്പോൾ കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രത്തിലാണ് ഏത് നടക്കുന്നത്? യെസ്, കുണ്ടറ വിളംബരം നടന്നത് കുണ്ടറയിലെ ഇളമ്പല്ലൂർ ക്ഷേത്രത്തിലാണ്. തുടർന്ന് കൊല്ലത്ത് വച്ച് ഒരു സമരം നടക്കുകയും ആ സമരത്തിൽ ബ്രിട്ടീഷ് സൈന്യം ദളവയുടെ വസതി തകർക്കുകയും പ്രക്ഷോഭക്കാർക്ക് വമ്പിച്ച ആൾനാശം ഉണ്ടാക്കുകയും ചെയ്തു. വേലുത്തമ്പി ദളവയെ നേരിടാനായി തിരുവിതാംകൂറിൽ നടത്തിയ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് കേണൽ ലീഗർ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. കേണൽ ലീഗർ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ എന്താണ് കുണ്ടറ വിളംബരം? 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. ബ്രിട്ടീഷ് ദുർഭരണത്തെ തിരുവിതാംകൂറിൽ നിന്നും അമർച്ച ചെയ്യാൻ വേലുത്തമ്പി ദളവ കുണ്ടറയിൽ വച്ചു നടത്തിയ ചരിത്ര പ്രസിദ്ധമായ സംഭവം. അപ്പോൾ ആരാണ് കുണ്ടറ വിളംബരം നടത്തിയെന്ന് ചോദിച്ചാൽ ആരാണ്? വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തിയത്. എന്നാണെന്ന് ചോദിച്ചാൽ 1809 ജനുവരി 11. അതേപോലെ തന്നെ കുണ്ടറ വിളംബരം നടത്തിയ സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ വച്ചാണ് ഈ കുണ്ടറ വിളംബരം നടത്തിയത്. തുടർന്ന് കൊല്ലത്ത് വച്ചൊരു സമരം നടത്തുകയും ആ സമരത്തിൽ ബ്രിട്ടീഷ് സൈന്യം ദളവയുടെ വസതി തകർക്കുകയും പ്രക്ഷോഭക്കാർക്ക് വമ്പിച്ച ആൾനാശം ഉണ്ടാക്കുകയും ചെയ്തു. വേലുത്തമ്പി ദളവയെ നേരിടാനായി തിരുവിതാംകൂറിലെത്തിയ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് കേണൽ ലീഗർ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കുണ്ടറ വിളംബരവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. അടുത്തതാണ് ശ്രീരംഗപട്ടണം സന്ധി. ഒപ്പുവെച്ച വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1792 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചത്. 1792 മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ച വർഷം എന്നാന്ന് ചോദിച്ചാൽ 1792. ഓക്കെ ഇനി ശ്രീരംഗപട്ടണം ഉടമ്പടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് 1792 മാർച്ച് 18 ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവയ്ക്കുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി കോൺവാലിസ് പ്രഭുവും ഹൈദരാബാദ് നിസാമിൻ്റെ പ്രതിനിധിയും മറാഠ സാമ്രാജ്യവും മൈസൂർ ഭരണാധികാരിയുമായ ടിപ്പു സുൽത്താനും കൂടി ഒപ്പുവച്ച ഒരു കരാറാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ശ്രീരംഗപട്ടണം സന്ധി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെക്കുകയും അതേപോലെ തന്നെ ഈ ഉടമ്പടിയിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് മൈസൂരിന് തങ്ങളുടെ കൈവശമുള്ള ഭൂമിയുടെ പകുതിയോളം മറുപക്ഷത്തിന് വിട്ടു നൽകേണ്ടി വരികയും തുംഗഭദ്ര നദിയോളം വരുന്ന പ്രദേശങ്ങൾ പേഷ്വയ്ക്കും കൃഷ്ണ നദി മുതൽ പെണ്ണാർ നദി വരെയുള്ള ആ ഒരു ഭാഗം, അതായത് തെക്കേ തീരത്തുള്ള കടപ്പയിലെയും ഗണ്ടിക്കോട്ടയിലുള്ള കോട്ടകളും നിസാമിനും ലഭിച്ചു. അങ്ങനെ ഓരോ സ്ഥലങ്ങളും ഓരോരുത്തർക്കുമായിട്ട് വീതിച്ചു കൊടുത്ത ഒരു ട്രീറ്റി ആയിരുന്നു എന്ന് പറയുന്നത് ശ്രീരംഗപട്ടണം സന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ശ്രീരംഗപട്ടണം സന്ധി മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു സന്ധി നടക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി കോൺവാലിസ് പ്രഭു, അതേപോലെ തന്നെ ഹൈദരാബാദ് നിസാമിൻ്റെ പ്രതിനിധിയും മറാഠ സാമ്രാജ്യവും മൈസൂർ ഭരണാധികാരിയായിട്ടുള്ള ടിപ്പു സുൽത്താനും കൂടി ഒപ്പുവച്ച ഒരു കരാറാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ഒപ്പുവച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ 1792 മാർച്ച് 18 എന്ത് ചെയ്യുക?
ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു കുളച്ചൽ യുദ്ധം നടന്ന വർഷം എന്നാന്ന് ചോദിച്ചാൽ 1741, ആറ്റിങ്ങൽ കലാപം 1721, ശ്രീരംഗപട്ടണം സന്ധി 1792, കുണ്ടറ വിളംബരം 1809. അപ്പോൾ 4 കാര്യങ്ങളും എന്താണെന്നുള്ളത് പഠിച്ചു. നമ്മളിങ്ങനെ ഓരോ ചോദ്യവും അതിൻ്റെ 4 ഓപ്ഷനും വെച്ച് പഠിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ റീസെൻ്റായിട്ട് നടന്ന എക്സാമുകളുടെ അങ്ങനെ നമ്മൾ പഠിച്ചു പോയാൽ അതിൻ്റെ അകത്ത് നിന്ന് എന്തായാലും നമുക്ക് വരുന്ന എക്സാമുകൾക്ക് തീർച്ചയായിട്ടും നമുക്ക് GK പോർഷനിൽ നിന്നുള്ള മൊത്തം പോർഷൻസും നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ തന്നെ പഠിച്ച് മുന്നോട്ടേക്ക് പോവുക. ഇത്രയാണ് പറയാനുള്ളൂ. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, ചേരുംപടി ചേർക്കുക. അപ്പോൾ ഈ ഒരു ചോദ്യം എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടാണ്. ഓൾറെഡി നമ്മൾ ഈ ടോപ്പിക്കൊക്കെ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് പോയതാണ്. 1-ാം ലോകമഹായുദ്ധം, 2-ാം ലോകമഹായുദ്ധം, അതേപോലെ തന്നെ ഹിറ്റ്ലർ ആരായിരുന്നു, ബെനിറ്റോ മുസോളിനി ആരായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയതാണ്. എങ്കിലും നമുക്ക് ഒന്നുകൂടി പറയാം. 1-ാം ലോകമഹായുദ്ധം, 1-ാം ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള ചേരുംപടി ചേർക്കുക എന്നുള്ളത്. അപ്പോൾ 1-ാം ലോകമഹായുദ്ധത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഈ പറയുന്ന ത്രികക്ഷി സഖ്യവും അതേപോലെ തന്നെ ത്രികക്ഷി സൗഹാർദ്ദം എന്ന് പറയുന്നത്. നമുക്കറിയാം 1-ാം ലോകമഹായുദ്ധമാണ് ത്രികക്ഷി സഖ്യം, ത്രികക്ഷി സൗഹാർദ്ദം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടി. അടുത്ത് വരുന്നത് 2-ാം ലോകമഹായുദ്ധമാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന അച്ചുതണ്ട് ശക്തികളും അതേപോലെ തന്നെ സഖ്യശക്തികളും, അതും നമുക്കറിയാം. അതേപോലെ മൂന്നാമത്തെയാണ് ഏതെന്ന് പറയുന്നത് തവിട്ട് കുപ്പായക്കാരാണ് എന്തെന്ന് പറയുന്നത് മൂന്നാമത്തെ. ഇനി എന്താണ് അടുത്തത് വരുന്നതാണ് ഏതെന്ന് പറയുന്നത് മൂന്നാമത്തെയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന നിലവിൽ നമുക്കറിയാം. അതായത് 4-ാമത്തെ അച്ചുതണ്ട് ശക്തിയും അതേപോലെ തന്നെ ഇതുമാണ് എന്ന് പറയുന്നത് കരിങ്കുപ്പായക്കാർ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ളൂ. എല്ലാം നമുക്ക് കിട്ടി. അപ്പോൾ 1-ാം ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ടാണ് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. 2-ാം ലോകമഹായുദ്ധം അച്ചുതണ്ട് ശക്തിയും അതേപോലെ തന്നെ സഖ്യശക്തികളും. അതേപോലെ തന്നെ ബെനിറ്റോ മുസോളിനിയാണ് ഏതെന്ന് പറയുന്നത് കരിങ്കുപ്പായക്കാർ. ഹിറ്റ്ലർ എന്ന് പറയുന്നതാണ് തവിട്ട് കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്രൗൺ ഷർട്ട് എന്നാണ് പറയുന്നത്. നമുക്ക് 1-ാം ലോകമഹായുദ്ധത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അതായത് 1-ാം ലോകമഹായുദ്ധം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെ കൊണ്ടെത്തിച്ച യുദ്ധമാണ് 1-ാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത്. അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ കോളനികൾക്ക് വേണ്ടി നടത്തിയ മത്സരങ്ങൾ അവർക്കിടയിൽ ശത്രുത വളർത്തുകയും സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. 1-ാം ലോക മഹായുദ്ധത്തിൽ ഏറ്റുമുട്ടിയ സഖ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതായിരുന്നു ഏതെന്ന് പറയുന്നത് നമ്മുടെ ത്രികക്ഷി സഖ്യവും അതേപോലെ തന്നെ ത്രികക്ഷി സൗഹാർദ്ദവും. അപ്പോൾ ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവുമാണ് 1-ാം ലോക മഹായുദ്ധത്തിൽ ഏറ്റുമുട്ടിയത്. ആരായിരുന്നു ത്രികക്ഷി സഖ്യത്തിലുണ്ടായിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ് ത്രികക്ഷി സഖ്യം എന്ന് പറയുന്നത്? അതായത് ത്രികക്ഷി സഖ്യത്തിലുണ്ടായിരുന്ന ആളുകളായിരുന്നു ആരെന്ന് പറയുന്നത്, അതായത് ജർമ്മനി അതേപോലെ തന്നെ ഓസ്ട്രിയ ഹംഗറി അതേപോലെ തന്നെ ഇറ്റലി. ഇതാണ് ത്രികക്ഷി സഖ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജർമ്മനി ഉണ്ടായിരുന്നു ത്രികക്ഷി സഖ്യത്തിൽ, അതേപോലെ തന്നെ ഓസ്ട്രിയ ഹംഗറി അതേപോലെ തന്നെ ഇറ്റലി. ഇതായിരുന്നു ഏതിലുണ്ടായിരുന്നത്? ത്രികക്ഷി സഖ്യത്തിലുണ്ടായിരുന്നു. ഇനി ത്രികക്ഷി സൗഹാർദ്ദത്തിലുണ്ടായിരുന്നു മക്കളെ, ഇതാണ് ട്രിപ്പിൾ അലയൻസ് എന്ന് പറയുന്നത് കേട്ടോ. ട്രിപ്പിൾ അലയൻസ് എന്ന് പറയുന്നതാണ് ത്രികക്ഷി സഖ്യം എന്ന് പറയുന്നത്. അടുത്തത് ട്രിപ്പിൾ എൻഡൻറ്റ് എന്നറിയപ്പെടുന്നതാണ് ആരൊക്കെയെന്ന് പറയുന്നത്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഇംഗ്ലണ്ട് അതേപോലെ തന്നെ ഫ്രാൻസ് അതേപോലെ തന്നെ റഷ്യ. ഇത്രയായിരുന്നു ത്രികക്ഷി സൗഹാർദ്ദം എന്ന് അറിയപ്പെടുന്നത്. അതായത് ത്രികക്ഷി സൗഹാർദ്ദ സഖ്യം എന്നറിയപ്പെടുന്നതാണ്, അല്ലെങ്കിൽ ട്രിപ്പിൾ എൻഡൻറ്റ് എന്നറിയപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ത്രികക്ഷി സഖ്യം എന്നറിയപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത് ട്രിപ്പിൾ അലയൻസ് എന്ന് പറയുന്നത്. അതാണ് ജർമ്മനി അതേപോലെ തന്നെ ഓസ്ട്രിയ അതേപോലെ തന്നെ ഹംഗറി എന്നറിയപ്പെടുന്ന രാജ്യങ്ങൾ. എപ്പോഴും PSC ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ 1-ാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെ കൊണ്ടെത്തിച്ച യുദ്ധമാണ് 1-ാം ലോക മഹായുദ്ധം. അതേപോലെ തന്നെ 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ ആ ഒരു സമയത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും അഗ്രസീവ് നാഷണലിസം, അതായത് തീവ്ര ദേശീയത. സാമ്രാജ്യത്വ മത്സരങ്ങളിൽ വിജയിക്കുന്നതിനായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ സ്വീകരിച്ച പ്രധാന മാർഗം കൂടിയായിരുന്നു ഈ പറയുന്ന അഗ്രസീവ് നാഷണലിസം. എന്താണ് അഗ്രസീവ് നാഷണലിസം? അതിനെ പറയുന്ന മലയാളമാണ്
തീവ്ര ദേശീയത എന്ന് പറയുന്നത്. അത് എന്താണ് ഈ തീവ്ര ദേശീയത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റ് രാജ്യങ്ങളെയും അവരുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും കീഴടക്കുന്നതിനുള്ള മാർഗം എന്ന നിലയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ദേശീയതയെ ഉപയോഗിച്ചു. ഇതറിയപ്പെടുന്നതാണ് തീവ്ര ദേശീയത എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ രാജ്യമാണ് ഏറ്റവും നല്ല രാജ്യം. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ മറ്റൊരു രാജ്യവും എന്ത് ചെയ്യാൻ പാടില്ല, മുന്നോട്ടേക്ക് നമ്മുടെ രാജ്യത്തേക്കാൾ നന്നായി വരാനായിട്ട് മറ്റൊരു രാജ്യവും പറ്റത്തില്ല. നമ്മുടെ രാജ്യം തന്നെയാണ് ഏറ്റവും നല്ല രാജ്യം. അങ്ങനെ ഒരു തീവ്രമായിട്ടുള്ളൊരു ദേശീയത അതായിരുന്നു ഈ പറയുന്ന സാമ്രാജ്യത്വ മത്സരത്തിൽ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ സ്വീകരിച്ച പ്രധാന മാർഗം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ സ്വന്തം രാജ്യം മറ്റുള്ളവയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതുകയും സ്വന്തം രാജ്യം ചെയ്യുന്നതിനെ എല്ലാം അവരെന്ത് ചെയ്തു, ന്യായീകരിക്കുകയും ചെയ്തു. ഇതിനെയാണ് തീവ്ര ദേശീയതയുടെ പ്രത്യേകതയായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ എന്താണ് ഈ തീവ്ര ദേശീയത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വന്തം രാജ്യമാണ് മറ്റുള്ളവയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതുകയും സ്വന്തം രാജ്യം ചെയ്യുന്നതിനെ എല്ലാം എന്ത് ചെയ്യുന്നു, ഇവർ ന്യായീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു ലെവലാണ് ഈ തീവ്ര ദേശീയത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് തീവ്ര ദേശീയതയിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളായിരുന്നു പാൻ സ്ലേവ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. പാൻ സ്ലേവ് പ്രസ്ഥാനം, അതേപോലെ തന്നെ പാൻ ജർമ്മൻ പ്രസ്ഥാനം. അപ്പോൾ പാൻ സ്ലേവ് പ്രസ്ഥാനം അതേപോലെ തന്നെ പാൻ ജർമ്മൻ പ്രസ്ഥാനം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് തീവ്രദേശീയതയിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളായിരുന്നു പാൻ സ്ലാവ് പ്രസ്ഥാനം എന്നുള്ളതും പാൻ ജർമ്മൻ പ്രസ്ഥാനം എന്ന പേരിലും അതേപോലെ തന്നെ പ്രതികരണ പ്രസ്ഥാനം എന്ന പേരിലും രൂപം കൊണ്ടത്. അപ്പോൾ 3 തരം ദേശീയതയിൽ, അതായത് തീവ്രദേശീയതയിൽ അധിഷ്ഠിതമായിട്ട് 3 തരം പ്രസ്ഥാനങ്ങളാണ് രൂപം കൊണ്ടത്. ആ 3 പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, പാൻ സ്ലാവ് പ്രസ്ഥാനം, അതേപോലെ തന്നെ പാൻ ജർമ്മൻ പ്രസ്ഥാനം, അതേപോലെ തന്നെ പ്രതികരണ പ്രസ്ഥാനം എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ മൊറോക്കൻ പ്രതിസന്ധി നടന്ന വർഷം എന്നാന്ന് വേണമെങ്കിൽ ചോദിക്കാം. മൊറോക്കൻ പ്രതിസന്ധി നടന്ന വർഷം 1904 മൊറോക്കൻ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് രഹസ്യ സന്ധിയിലേർപ്പെട്ട രാജ്യങ്ങളാണ്. മൊറോക്കൻ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ബ്രിട്ടനും ഫ്രാൻസുമാണ് രഹസ്യസന്ധിയിൽ ഏർപ്പെട്ടത് മൊറോക്കൻ പ്രതിസന്ധിയുമായി. അതേപോലെ തന്നെ ബാൾക്കൻ പ്രതിസന്ധി, ഞാൻ ഓടിച്ചു പറയുന്നുള്ളൂ എല്ലാം. ബാൾക്കൻ പ്രതിസന്ധി നടന്ന വർഷം എന്നാ ചോദിച്ചാൽ 1912 ബാൾക്കൻ പ്രതിസന്ധി നടന്ന വർഷം. അതേപോലെ തന്നെ വേഴ്സായ് സന്ധി ഒപ്പുവെച്ച വർഷം എന്നാ ചോദിച്ചാൽ വേഴ്സായ് സന്ധി. ഇതൊക്കെ ഒന്നാം ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. അപ്പോൾ മൊറോക്കൻ പ്രതിസന്ധി 1904, ബാൾക്കൻ പ്രതിസന്ധി 1912, വേഴ്സായ് സന്ധി എന്ന് പറയുന്നത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1919 ഓർത്തു വയ്ക്കുക. ഓക്കെ, 19 ഏതെന്ന് പറയുന്നത് വേഴ്സായ് സന്ധി ഒപ്പുവെച്ചത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഈ ഒരു സമയത്ത് നമുക്കറിയാം, അതായത് ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വത്തെ ചൂഷണം ചെയ്ത് അധികാരം നേടിയ 2 ആശയങ്ങളായിരുന്നു ഏതെന്ന് പറയുന്നത്. ഒറ്റയടിക്ക് അങ്ങ് തീർത്തു പോവാട്ടോ. ഫാസിസം, ഫാസിസവും അതേപോലെ തന്നെ നാസിസവും. അപ്പോൾ ഫാസിസം ആൻഡ് നാസിസം ഒന്നാം ലോക മഹായുദ്ധമാണ്. ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വത്തെ ചൂഷണം ചെയ്ത് അധികാരം നേടിയ ആശയങ്ങളാണ് ഫാസിസവും നാസിസവും. അപ്പോൾ ഫാസിസം എവിടെയാണ് പിറവി കൊണ്ടതെന്ന് ചോദിച്ചാൽ, ഫാസിസം എവിടെയാണ്? ഫാസിസം ഇറ്റലി. ഇനി നാസിസം എവിടെയാണെന്ന് ചോദിച്ചാൽ ജർമ്മനിയാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഫാസിസം എന്ന ആശയം രൂപം കൊണ്ടത് ചിലപ്പോൾ ഫാഷിസം എന്നും പറയും, അല്ലെങ്കിൽ ഫാസിസം എന്ന ആശയം രൂപം കൊണ്ട രാജ്യമാണ് ഇറ്റലി. നാസിസം എന്ന ആശയം രൂപം കൊണ്ട രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ, അത് ജർമ്മനിയാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. നാസിസം ജർമ്മനി, ഫാസിസം ഇറ്റലി. ബെനിറ്റോ മുസോളിനിയുടെ നേതൃത്വത്തിൽ ഫാസിസ്റ്റ് പാർട്ടി ഇറ്റലിയിലും അഡോൾഫ് ഹിറ്റ്ലർ. അപ്പോൾ ഫാസിസം എന്ന് പറയുന്നത് ആരാണ്? മുസോളിനിയാണ് ഫാസിസം. നാസിസം എന്ന് പറയുന്നത് ഹിറ്റ്ലറാണ്. അപ്പോൾ ഫാസിസം എന്ന ആശയത്തിൻ്റെ വക്താവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്?
ഈ പറയുന്ന മുസോളിനിയാണ്. നാസിസമാണ് ഏതെന്ന് പറയുന്നത്, നാസിസം എന്ന് പറയുന്ന പാർട്ടിയായിരുന്നു ജർമ്മനിയിൽ സ്വാധീനം ചെലുത്തിയത്. അത് അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിലാണ് ഏതു വന്നത്, നാസിസം എന്ന് പറയുന്ന പാർട്ടി രൂപം കൊണ്ടത്. ഫാസിസം എന്ന വാക്ക് രൂപം കൊണ്ടത് ഫാസസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഫാസസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കെട്ട് ദണ്ടും അതിനു മുകളിൽ ഒരു മഴുവുമാണ് ഫാസസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. പുരാതന റോമിലെ അധികാരത്തിൻ്റെ ചിഹ്നം ഒരു കെട്ട് ദണ്ടും അതിനു മുകളിലെ മഴുവുമാണെന്നുള്ളത് ഓർത്തു വയ്ക്കാം. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് എന്ന് പറഞ്ഞത് ആരാ ചോദിച്ചാൽ മുസോളിനിയാണ്. അപ്പോൾ പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് എന്ന് പറഞ്ഞത് ആരാണ്, അത് മുസോളിനിയാന്നുള്ളത് ഓർത്തു വയ്ക്കുക. മുസോളിനിയാണ് എന്തു പറഞ്ഞത്, അതായത് സ്ത്രീക്ക് എന്താണ്, പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ്, പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് എന്ന് പറഞ്ഞത് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, അത് നമ്മുടെ ആരാണ്, ഈ പറയുന്ന മുസോളിനിയാന്നുള്ളത് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഹിറ്റ്ലറും നാസിസവും നമ്മൾ നോക്കുകയാണെങ്കിൽ അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിലേറാൻ സഹായിച്ച ഘടകങ്ങളായിരുന്നു ഈ പറയുന്ന നാസിസം എന്ന് പറയുന്നത്. അതിനോടനുബന്ധിച്ച് അദ്ദേഹം ജൂത കൂട്ടക്കൊലകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്കറിയാം, അതായത് ജൂത കൂട്ടക്കൊലയ്ക്കായിട്ട് ഹിറ്റ്ലർ ഏർപ്പെടുത്തിയ സൈന്യം അറിയപ്പെടുന്നതായിരുന്നു തവിട്ടുകുപ്പായക്കാർ. അതായത് നമ്മൾ ഈ പറഞ്ഞ തവിട്ടുകുപ്പായക്കാർ, അല്ലെങ്കിൽ ഇതിനെ അറിയപ്പെടുന്നതാണ് ബ്രൗൺ ഷർട്ട്. എന്തായിരുന്നു തവിട്ടുകുപ്പായക്കാർ? ജൂതക്കൂട്ടക്കൊലയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഹിറ്റ്ലർ ഏർപ്പെടുത്തിയ സൈന്യം അറിയപ്പെട്ടതാണ് തവിട്ടുകുപ്പായക്കാർ. വെരി വെരി ഇമ്പോർട്ടൻ്റ്, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ജൂതക്കൊലയ്ക്കായി ഹിറ്റ്ലർ ഏർപ്പെടുത്തിയ സൈന്യം അറിയപ്പെട്ടതാണ് തവിട്ടുകുപ്പായക്കാർ. എങ്ങനെയാണെങ്കിൽ പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വച്ച് നടത്തിയ ജൂതക്കൂട്ടക്കൊല അറിയപ്പെടുന്നതായിരുന്നു ഹോളോകോസ്റ്റ്. ജൂതക്കൂട്ടക്കൊലയ്ക്കായി ഹിറ്റ്ലർ ഏർപ്പെടുത്തിയ രഹസ്യ സംഘമാണ് ഗെസ്റ്റപ്പോ. ഓർത്തു വച്ചോ, ഗെസ്റ്റപ്പോ. അപ്പോൾ ഗെസ്റ്റപ്പോ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗെസ്റ്റപ്പോ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂതക്കൂട്ടക്കൊലയ്ക്കായിട്ട് ഹിറ്റ്ലർ ഏർപ്പെടുത്തിയ രഹസ്യ സംഘം അറിയപ്പെട്ടതാണ് ഗെസ്റ്റപ്പോ. ജൂതക്കൂട്ടക്കൊലയ്ക്കായിട്ട് ഹിറ്റ്ലർ ഏർപ്പെടുത്തിയ രഹസ്യ സംഘം അറിയപ്പെട്ടതാണ് മക്കളെ ഗെസ്റ്റപ്പോ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഗെസ്റ്റപ്പോ. അപ്പോൾ അതേപോലെ തന്നെ ഫാസിസ്റ്റ് നയങ്ങൾ രൂപീകരിക്കുന്നത് മുസോളിനി രൂപീകരിച്ച സൈനിക വിഭാഗമാണ് കരിങ്കുപ്പായക്കാർ, അല്ലെങ്കിൽ എന്താണ്, ബ്ലാക്ക് ഷർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. കരിങ്കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഷർട്ട് എന്താണ്, ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിന് മുസോളിനി രൂപീകരിച്ച സൈനിക വിഭാഗം. അപ്പോൾ മുസോളിനിയാണ് ഏത്, കരിങ്കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഷർട്ടിനെ നിയമിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, അത് മുസോളിനിയാണ്. ഫാസിസ്റ്റ് നയങ്ങൾ നടപ്പിലാക്കുന്നതിന് മുസോളിനി രൂപീകരിച്ച സൈനിക വിഭാഗമാണ് കരിങ്കുപ്പായക്കാർ അല്ലെങ്കിൽ ബ്ലാക്ക് ഷർട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നതെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ബ്ലാക്ക് ഷർട്ട് എന്നറിയപ്പെടുന്നതാണ് ബെനിറ്റോ മുസോളിനിയുടെ നേതൃത്വത്തിൽ കരിങ്കുപ്പായക്കാർ, ഹിറ്റ്ലറുടെ നേതൃത്വത്തിലാണ് തവിട്ടുകുപ്പായക്കാർ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിലവിൽ രൂപം കൊണ്ട രണ്ട് സൈനിക സഖ്യങ്ങളായിരുന്നു, ഒന്ന് ത്രികക്ഷി സഖ്യവും അതേപോലെ തന്നെ ത്രികക്ഷി സൗഹാർദ്ദം എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിൻ്റെ അകത്ത് പറയാനുള്ളത്. ഇനി നമുക്ക് രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഈ പറയുന്ന നമ്മുടെ അച്ചുതണ്ട് സഖ്യവും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന സഖ്യശക്തികൾ എന്ന് അറിയപ്പെടുന്ന രണ്ട് വിഭാഗക്കാർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നോക്കാം. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ, എന്നാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം? 1939 മുതൽ 1945 വരെ, അതായത് നീണ്ട 6 വർഷമായിരുന്നു ഏതെന്ന് പറയുന്ന സെക്കൻഡ് വേൾഡ് വാർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കാലഘട്ടം എന്ന് മുതൽ എന്ന് വരെയാന്ന് ചോദിച്ചാൽ എന്ന് മുതൽ എന്ന് വരെയാ
1939 മുതൽ 1945 വരെ നീണ്ട 6 വർഷമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം. അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ കോളനികൾക്ക് വേണ്ടി നടത്തിയ മത്സരങ്ങൾ അവർക്കിടയിൽ ശത്രുത വളർത്തുകയും സൈനിക സഖ്യങ്ങളുടെ രൂപീകരണത്തിന് കാരണമാവുകയും ചെയ്തു. അങ്ങനെയാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന 2 ചേരികളായിട്ട് പിന്നീട് തിരിയുകയും അങ്ങനെ എന്ത് ചെയ്യുന്നത്, നിലവിൽ യുദ്ധം ആരംഭിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ എന്താണ് രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന യുദ്ധം ഒരിക്കലും അവസാനിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് പോകും. പിന്നീട് എന്ത് ചെയ്യുന്നു, 2 സൈനിക ചേരികളായിട്ട് അച്ചുതണ്ട് ശക്തികളും അതേപോലെ തന്നെ സഖ്യശക്തികളുമായിട്ട് എന്ത് ചെയ്യാണ്, തിരിയുകയാണ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കുന്നത്. ഓക്കെ, അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധം നമുക്കറിയാം. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട സ്വതന്ത്ര രാജ്യമായിരുന്നു ചെക്കോസ്ലാവാക്യ. ചെക്കോസ്ലാവാക്യയിൽ ജർമ്മൻ വംശജർക്ക് ഭൂരിപക്ഷമുള്ളതാണ് സുഡറ്റൻലാൻഡ്. അതേപോലെ തന്നെ മ്യൂണിക് ഉടമ്പടി ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടാണ് മ്യൂണിക് ഉടമ്പടി. മ്യൂണിക് ഉടമ്പടി ഒപ്പുവെച്ച വർഷം എന്നാണ് ചോദിച്ചാൽ മ്യൂണിക് ഉടമ്പടി 1938 മ്യൂണിക് ഉടമ്പടി ഒപ്പുവെച്ച വർഷം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അനാക്രമണ സന്ധി, അതായത് സോവിയറ്റ് യൂണിയനെ മുഖ്യ ശത്രുവായി കണ്ടിരുന്നെങ്കിലും ജർമ്മനി അവരുമായി ഒരു സന്ധിയിൽ ഒപ്പുവെച്ചിരുന്നു. അതായത് നോൺ അഗ്രഷൻ പാക്ട് അല്ലെങ്കിൽ ഈ പറയുന്ന അനാക്രമണ സന്ധി ഒപ്പുവെച്ച വർഷം എന്നാണ് ചോദിച്ചാൽ 1939 അനാക്രമണ സന്ധി ഒപ്പുവെച്ചത്. ആരൊക്കെ? ജർമ്മനിയും അതേപോലെ തന്നെ സോവിയറ്റ് യൂണിയനും. അപ്പോൾ എന്താണ് യുദ്ധത്തിൻ്റെ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഈ പറയുന്ന തുടക്കം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, സോവിയറ്റ് യൂണിയനുമായുള്ള അനാക്രമണ സന്ധി ഒപ്പുവെച്ച ശേഷം ജർമ്മനി പോളണ്ടിനെതിരെ തിരിഞ്ഞ് കിഴക്കൻ പ്രവിശ്യയും ജർമ്മനിയും തമ്മിൽ വേർതിരിക്കുന്ന പോളിഷ് ഇടനാഴിയും ഡാൻസിങ് നഗരവും വിട്ടുതരണമെന്ന് ഹിറ്റ്ലർ പോളണ്ടിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ പോളണ്ടുകാർ ജർമ്മനിയുടെ റേഡിയോ സ്റ്റേഷൻ ആക്രമിച്ചെന്ന ന്യായം പറഞ്ഞ് 39 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിക്കുന്നത്. ഇതേ തുടർന്ന് ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അതായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്നതിനുള്ള കാരണം. 1939 സെപ്റ്റംബർ 3 യുദ്ധം ആരംഭിക്കുന്നത്. ഓക്കെ, അങ്ങനെ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അതിൻ്റെ അകത്ത് 2 ചേരികളായിട്ടാണ് നിലവിൽ തിരിഞ്ഞത്. അതായത് ആക്സിസ് പവേഴ്സ് എന്നാണ് ഒരു ചേരിയിലുള്ള ആളുകൾ, അതായത് അച്ചുതണ്ട് സഖ്യം. അതിൽ വരുന്നതായിരുന്നു ആരൊക്കെ? അച്ചുതണ്ട് സഖ്യത്തിൽ വരുന്ന ആളുകളായിരുന്നു ആരൊക്കെ എന്ന് പറയുന്നത്? അതൊക്കെയാണ് ആരൊക്കെ? നമ്മുടെ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഓക്കെ, അപ്പോൾ ജർമ്മനി അതേപോലെ തന്നെ ഇറ്റലി, ജപ്പാൻ ഇത്രയാണ് ഏതിൽ വരുന്നത്? ഈ പറയുന്ന ആക്സിസ് പവേഴ്സ് അച്ചുതണ്ട് ശക്തികളിൽ. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു സഖ്യശക്തികളിൽ വരുന്നത്, അല്ലെങ്കിൽ അലൈഡ് പവേഴ്സിൽ വരുന്നത്? സഖ്യശക്തികൾ എന്ന് പറയുന്നത് ബ്രിട്ടൻ, ഫ്രാൻസും ചൈനയുമായിരുന്നു അലൈഡ് പവേഴ്സിൽ വരുന്നത്. ഓക്കെ, അങ്ങനെ 2 ചേരികളായി തിരിഞ്ഞാണ് പിന്നീട് യുദ്ധം മുന്നോട്ടേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിലെ 2 സൈനിക ചേരികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഏതാണ്? അച്ചുതണ്ട് ശക്തികൾ, അതായത് ആക്സിസ് പവേഴ്സ്. മറ്റൊന്നാണ് ഏതെന്ന് പറയുന്നത്? സഖ്യശക്തികൾ അല്ലെങ്കിൽ അലൈഡ് പവേഴ്സ് എന്ന് പറയുന്നത്. ആക്സിസ് പവേഴ്സ് അല്ലെങ്കിൽ അച്ചുതണ്ട് സഖ്യത്തിൽ വരുന്നതാണ് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഇനി ആരൊക്കെയാണ് അലൈഡ് പവേഴ്സിൽ വരുന്നതെന്ന് ചോദിച്ചാൽ ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈനയാണെന്നുള്ളതും ഓർത്തു വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ SCERT ഫാക്ട് കൂടി പറഞ്ഞ് ഈ ഒരു നിലവിൽ ഈ ഒരു ചോദ്യം നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, SCERTയിൽ വളരെ ഗംഭീരമായിട്ട് തന്നെ കൊടുത്തേണ്ട, അതായത് ത്രികക്ഷി സഖ്യം അതേപോലെ തന്നെ ത്രികക്ഷി സൗഹാർദ്ദം എന്ന പേരിൽ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് ആക്കി കൊടുത്തിട്ടാണ് ഈ 2 ചെയ്തേക്കുന്നത്. അപ്പോൾ ത്രികക്ഷി സഖ്യത്തിൽ വരുന്നതാണ് ആരൊക്കെ? ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി അതേപോലെ തന്നെ ഇറ്റലി. ഈ 3 രാജ്യങ്ങളാണ് ത്രികക്ഷി സഖ്യത്തിൽ വരുന്നത്. ത്രികക്ഷി സൗഹാർദ്ദത്തിൽ വരുന്നതാണ് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. അങ്ങനെയാണ് നിലവിൽ വരുന്നത്. അപ്പോൾ ഓർത്തു വയ്ക്കുക, ത്രികക്ഷി സഖ്യം ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇറ്റലി. ത്രികക്ഷി സൗഹാർദ്ദമാണെങ്കിൽ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഉറപ്പായിട്ടും താഴെ പറയുന്നവയിൽ
ത്രികക്ഷി സഖ്യത്തിൽ വന്നവ മാത്രം തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ത്രികക്ഷി സൗഹാർദ്ദത്തിൽ വന്നവ മാത്രം തിരഞ്ഞെടുക്കുക. അങ്ങനെ ചോദ്യം വന്നാൽ ഉറപ്പായിട്ടും നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റണം. അപ്പോൾ ത്രികക്ഷി സഖ്യത്തിൽ വന്നതാണ് ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി. ത്രികക്ഷി സൗഹാർദ്ദത്തിൽ വന്നതാണ് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു, അതായത് ആക്സിസ് പവേഴ്സും അതേപോലെ തന്നെ അലൈഡ് പവേഴ്സും. അപ്പോൾ ആക്സിസ് പവേഴ്സ് അതർവൈസ് നോണസ് എന്താണ്, അച്ചുതണ്ട് ശക്തികൾ എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ അകത്ത് വന്നതാണ് ജർമ്മനി, അതേപോലെ തന്നെ ഇറ്റലി, അതേപോലെ തന്നെ ജപ്പാൻ. ജർമ്മനി, ഇറ്റലി, ജപ്പാനാണ് ആക്സിസ് പവേഡ്. ഇനി അലൈഡ് പവേഴ്സിൽ വരുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്? അതായത് ബ്രിട്ടൻ ഉണ്ട്, അതേപോലെ തന്നെ ഫ്രാൻസ് ഉണ്ട്, അതേപോലെ തന്നെ ചൈന. അപ്പോൾ ഇവിടെ തന്നെ എന്തൊക്കെ വരുന്നുണ്ട്? USA അതേപോലെ തന്നെ USSR ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിലവിൽ ഈ ഒരു എന്തെന്ന് പറയുന്നത്, ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നിലവിൽ അതായത് ആക്സിസ് പവേഴ്സും അതേപോലെ തന്നെ അലൈഡ് പവേഴ്സിൻ്റെ നമുക്ക് SCERT ആ ഒരു ബോക്സ് കൂടി നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് SCERTയിൽ നിലവിൽ രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അച്ചുതണ്ട് ശക്തികൾ, അതേപോലെ തന്നെ സഖ്യശക്തികൾ. അച്ചുതണ്ട് ശക്തികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ആക്സിസ് പവേഴ്സ് എന്ന് പറയുന്ന ആക്സിസ് പവേഴ്സ്. ഇത് സഖ്യശക്തികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അലൈഡ് പവേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ആക്സിസ് പവേഴ്സും അലൈഡ് പവേഴ്സും. ആക്സിസ് പവേഴ്സ് എന്ന് പറയുന്ന അച്ചുതണ്ട് ശക്തികളാണ് ജർമ്മനി, അതേപോലെ തന്നെ ഇറ്റലി, ജപ്പാൻ. 1, 2, അതേപോലെ തന്നെ 3. അതേപോലെ തന്നെ സഖ്യശക്തികളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നിലവിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താങ്ക് യു. ഓക്കെ, അടുത്ത ചോദ്യമാണ് ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരുമാണ് നമ്മുടെ ഈ ഒരു ചോദ്യം. അപ്പോൾ ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് അറിയാവുന്ന കുറേ പത്രങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും, ഇല്ലേ? ചേരുംപടി ചേർക്കുക. അപ്പോൾ യങ് ഇന്ത്യ എന്ന് പറയുന്നത് ആരുടെയാണ്? ഗാന്ധിജിയുടെ പത്രമാണ് യങ് ഇന്ത്യ. നമ്മൾ തൊട്ട് മുമ്പ് കൂടി പറഞ്ഞതാണ്. അതായത് യങ് ഇന്ത്യയുടെ മാതൃകയിൽ പ്രസിദ്ധീകരിച്ച മലയാള ദിനപത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് മാതൃഭൂമിയാണെന്ന് നമ്മൾ പറഞ്ഞു. അല്ലാതെ തന്നെ നമുക്കറിയാം യങ് ഇന്ത്യ മഹാത്മാഗാന്ധി. അപ്പോൾ അത് നമുക്കറിയാം. അതേപോലെ തന്നെ ഈ കേസരി, അതേപോലെ തന്നെ മറാത്ത എന്നുള്ളത് ആരുടെയാണ്? അത് ബാലഗംഗാധര തിലകിൻ്റെ എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അതേപോലെ തന്നെ മിറാത്തുൽ അക്ബർ എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയിയുടെയാണ്. അതേപോലെ കോമൺവീൽ ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസ് ആനി ബസന്റിൻ്റെയാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഒന്നാമത്തെയാണ് 4ാമത്തെ വരുന്നത്. അതേപോലെ തന്നെ എന്താണ്? 2ാമത്തെയാണ് 1ാമത്തെ വരുന്ന ബാലഗംഗാധര. അപ്പോൾ എന്താണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ത്യൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും അതേപോലെ തന്നെ അതിന് നേതൃത്വം നൽകിയവരും. എന്തായാലും നമുക്കത് പഠിക്കണം. അത് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് വന്നിട്ടാണ് നമുക്ക് ഇത് ആരംഭിക്കുന്നത്. അതായത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവും അതിൻ്റെ നേതാക്കളും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനങ്ങളും അതിൻ്റെ നേതാക്കളും തങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ ആശ്രയിച്ച പ്രധാന മാർഗം വർത്തമാന പത്രങ്ങളാണ്. അക്കാലത്ത് പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് സാമൂഹിക സേവനമായാണ് കരുതിയിരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ അവ എതിർക്കുകയും ശക്തമായി വിമർശിക്കുകയും ചെയ്തു. ദേശീയ കാഴ്ചപ്പാടോടുകൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ച സംവാദ് കൗമുദി, പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ മിറാത്തുൽ അക്ബർ എന്നിവ സാമൂഹിക പരിഷ്കരണം, ദേശീയത, ജനാധിപത്യം തുടങ്ങിയ ആശയങ്ങൾക്ക് ഊന്നൽ നൽകി. ഇവയുടെ പാത പിന്തുടർന്ന് നിരവധി പത്രങ്ങൾ വിവിധ ഭാഷകളിൽ പുറത്തിറങ്ങി. ഇവയിൽ ഭൂരിഭാഗവും പ്രസിദ്ധീകരിച്ചത് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കളായിരുന്നു. വർത്തമാന പത്രങ്ങളുടെ ശക്തി മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെൻറ് അവയെ നിയന്ത്രിക്കാൻ പല ശ്രമങ്ങളും നടത്തി. അതിൽ പ്രധാനപ്പെട്ടതാണ് 1878 ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയ പ്രാദേശിക പത്രഭാഷ നിയമം. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്.
പ്രാദേശിക പത്രഭാഷാ നിയമം നടപ്പിലാക്കിയത് 1878 ഏത് പ്രഭുവിൻ്റെ കാലത്താണ്, ആരാണിത് നടപ്പിലാക്കിയതെന്ന് ചോദിച്ചാൽ ലിട്ടൺ പ്രഭുവാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ 1878 വെർണാക്കുലർ പ്രസ് ആക്ട് നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ് എന്ന് ചോദിച്ചാൽ മക്കളെ അത് ലിട്ടൺ പ്രഭുവാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ലിട്ടൺ പ്രഭു. അപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവും അതിൻ്റെ നേതാക്കളും അവരുടെ ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഏറ്റവും കൂടുതൽ അവർ എന്താണ് ഉപയോഗപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ വർത്തമാന പത്രങ്ങളാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇത് സാമൂഹിക സേവനമായിട്ടാണ് പത്രങ്ങൾ അവർ പ്രസിദ്ധീകരിക്കുന്നത് കരുതിയത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ അവ എതിർക്കുകയും ശക്തമായി വിമർശിക്കുകയും ചെയ്തു. ദേശീയ കാഴ്ചപ്പാടോടുകൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹം ബംഗാളി ഭാഷയിലാണ് സംവാദ് കൗമുദി, ഇമ്പോർട്ടൻ്റ് ആണ്, പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ മിറാത്ത് ഉൾ അക്ബർ എന്നിവ സാമൂഹിക പരിഷ്കരണം, ദേശീയത, ജനാധിപത്യം തുടങ്ങിയ ആശയങ്ങൾക്ക് ഊന്നൽ നൽകുകയും ചെയ്തു. ഇനി ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പത്രങ്ങളും അവരുടെ ആരാണത് പ്രസിദ്ധീകരിച്ചതെന്നുള്ളതുകൂടി നമുക്ക് നോക്കിയിട്ട് ഇത് അവസാനിപ്പിക്കാം. ഓക്കെ ഇനി പ്രധാനപ്പെട്ട പത്രങ്ങളും അതേപോലെ തന്നെ നേതാക്കളുമാണ്. ഹിന്ദു സ്വദേശിമിത്രം ജി സുബ്രഹ്മണ്യ അയ്യരാണ്. ഹിന്ദു സ്വദേശിമിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും. ഒത്തിരി തവണ ചോദിച്ചേക്കണ PYQമാണ്, ഓർത്തു വച്ചോ. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും. ബോംബെ സമാചാർ ഫർദൂർജി മസ്ബാനാണ്. ബോംബെ സമാചാർ ഫർദൂർജി മസ്ബാൻ. കേസരി മറാത്ത ബാലഗംഗാധര തിലക്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. കേസരി മറാത്ത എന്ന പത്രത്തിൻ്റെ നേതാക്കൾ ആരാന്ന് ചോദിച്ചാൽ ബാലഗംഗാധര തിലകാണ് കേസരി മറാത്ത. ബംഗാളി സുരേന്ദ്രനാഥ ബാനർജിയാണ്. ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയുടെയാണ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയാണ് വോയിസ് ഓഫ് ഇന്ത്യ. ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് ഷോം പ്രകാശ്. ന്യൂ ഇന്ത്യ കോമൺവീൽ മിസ്സിസ് ആനി ബസന്റ് ആണ്. ന്യൂ ഇന്ത്യ കോമൺവീൽ മിസ്സിസ് ആനി ബസന്റ് ആണ് ന്യൂ ഇന്ത്യ കോമൺവീൽ. യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധിയാണ് യങ് ഇന്ത്യ ഹരിജൻ. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദാണ് അൽ ഹിലാൽ. വന്ദേ മാതരം ലാല ലജ്പത് റായ് ആണ് വന്ദേ മാതരം. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. നേഷൻ എന്ന പത്രം ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പത്രങ്ങൾ ഉറപ്പായും നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാൻ. കാരണം ഇനി വരുന്ന എക്സാമുകൾ 2025 വരാനിരിക്കുന്ന ഈ പറയുന്ന CPOൻ്റെ എക്സാം ആണെങ്കിലും അതേപോലെ തന്നെ ഖാദി ബോർഡ് ഈ പറയുന്ന നമ്മുടെ ബിവറേജ് LDC ആണെങ്കിലും അതേപോലെ തന്നെ VFA VO എല്ലാ എക്സാമുകൾക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഹിന്ദു സ്വദേശിമിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ് മോത്തിലാൽ ഘോഷ്. ബോംബെ സമാചാർ ഫർദൂൻജി മസ്ബാൻ. കേസരി മറാത്ത ബാലഗംഗാധര തിലക്. ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. അതേപോലെ ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ കോമൺവീൽ അനി ബസന്റ്. യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം ലാല ലജ്പത് റായ്. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെയാന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഈ കേസരി മറാത്ത, വോയിസ് ഓഫ് ഇന്ത്യ, അതേപോലെ തന്നെ യങ് ഇന്ത്യ ഹരിജൻ, അൽ ഹിലാൽ, അതേപോലെ തന്നെ നേഷൻ, അമൃത ബസാർ പത്രിക ഇത്രയെങ്കിലും ഉറപ്പായും പഠിച്ചു വയ്ക്കുക. കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം അടുത്ത എക്സാമിൽ പ്രതീക്ഷിക്കാം. പഞ്ചാബ് രാജസ്ഥാൻ നോക്കിയേ, അതായത് പഞ്ചാബ് അതേപോലെ തന്നെ രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലെ വിപ്ലവകാരികൾ ഡൽഹിയിൽ വച്ച് 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖദേവ് തുടങ്ങിയവരായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. സായുധ വിപ്ലവത്തിനായി ഇവർ ആരംഭിച്ച സേനാ വിഭാഗമാണ് റിപ്പബ്ലിക്കൻ ആർമി എന്ന് പറയുന്നത്. അപ്പോൾ സായുധ
സമരത്തിന് വേണ്ടിയിട്ട്, സായുധ വിപ്ലവത്തിന് വേണ്ടിയിട്ട് അവർ ആരംഭിച്ചതായിരുന്നു എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന റിപ്പബ്ലിക്കൻ ആർമി. കോളനി ഭരണം അട്ടിമറിക്കുകയും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിന് സായുധ വിപ്ലവം സംഘടിപ്പിക്കുകയുമായിരുന്നു ഇവരുടെ ലക്ഷ്യം. ദേശീയ നേതാക്കളിൽ ഒരാളായിരുന്ന ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തിചാർജിന് ഉത്തരവായ സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഓക്കെ, അപ്പോൾ പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിൽ വിപ്ലവകാരികൾ ഡൽഹിയിൽ വച്ച് 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ, വെരി വെരി ഇമ്പോർട്ടൻ്റ്, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് നമ്മൾ പറഞ്ഞു ആരായിരുന്നു, ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗ്, അതേപോലെ തന്നെ ചന്ദ്രശേഖർ ആസാദ്, രാജുഗുരു, സുഖദേവ് തുടങ്ങിയവരായിരുന്നു എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, ബാക്കി വരുന്ന സംഘടനകൾ നമ്മൾ പറഞ്ഞു. അതായത് അഭിനവ് ഭാരത് സൊസൈറ്റി, അത് വി ഡി സവർക്കറാണ്. അഭിനവ് ഭാരത് സൊസൈറ്റി, വി ഡി സവർക്കർ. അനുശീലൻ സമിതി, ബരീന്ദർ കുമാർ ഘോഷ്, പുലിൻ ബിഹാരി ദാസാണ്. അനുശീലൻ സമിതി, ബരീന്ദർ കുമാർ ഘോഷ്, പുലിൻ ബിഹാരി ദാസ്. അടുത്ത ഗദ്ദാർ പാർട്ടി, ലാല ഹർദയാൽ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസെന്നാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസെന്ന എന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസെൻ, ഗദ്ദാർ പാർട്ടി ലാല ഹർദയാൽ, അനുശീലൻ സമിതി ബരീന്ദർ കുമാർ ഘോഷ്, പുലിൻ ബിഹാരി ദാസ്, അഭിനവ് ഭാരത് സൊസൈറ്റി വി ഡി സവർക്കർ ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ക്ലാസ്സിൻ്റെ PDF നോട്ട് വേണമെങ്കിലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കി ചോദ്യങ്ങൾ ഒരു 5 ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇതേപോലെ ഓരോ ചോദ്യവും അതിൻ്റെ അനുബന്ധ വസ്തുതകൾ കൂടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതുകൂടി നമുക്ക് ഇന്ന് തന്നെ ചെയ്തിടാം. ബാക്കി നമുക്ക് അടുത്ത ദിവസം ഹിസ്റ്ററി, ഇനി അടുത്ത ദിവസം ജോഗ്രഫി, എക്കണോമിക്സ്. അപ്പോൾ നിങ്ങൾക്കിനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഇനി കേരള ഭരണ സംവിധാനം, അതേപോലെ തന്നെ നമ്മുടെ കേരള ഭരണ സംവിധാനം, അതേപോലെ തന്നെ ഈ പറയുന്ന കലാകായികം, അങ്ങനെ വേണമെങ്കിൽ അത് ഏതാണെന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ മതി. അത് നമുക്ക് അടുത്ത ദിവസത്തേക്ക് ചെയ്ത് സെറ്റ് ചെയ്തിടാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചേരുംപടി ചേർക്കുക. അപ്പോൾ നോക്കിയേ, ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ ചേരുംപടി ഓരോന്നായി ചേർത്ത് പോകാം. അതായത് ഒന്നാമത്തെ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന് പറയുന്നത് ആരുടെയാണ്? അത് ഒന്നാമത്തെ ആരുടെയാണ്? ഭഗത് സിംഗിൻ്റെയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ആരാണ്? ഗദ്ദർ പാർട്ടി, ലാല ഹർദയാലിൻ്റെയാണ് ഗദ്ദർ പാർട്ടി. അടുത്ത് നോക്കിയേ, ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്നത് ആരുടെയാണ്? റാഷ് ബിഹാരി ബോസിൻ്റെയാണ് ഇന്ത്യൻ നാഷണൽ ആർമി. നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ എപ്പോഴും നമ്മൾ പറഞ്ഞാണ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്നത് റാഷ് ബിഹാരി ബോസിൻ്റെയാണ്. അതേപോലെ തന്നെ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ആരുടെയാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ് ഫോർവേഡ് ബ്ലോക്ക്, സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഇതിൻ്റെ സ്വാതന്ത്ര്യവും സമരവും സ്വാതന്ത്ര്യവും എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് SCERTയിലെ 10th ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് വളരെ വിശദമായിട്ട് ഓരോന്നിനെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്ററിലെ കുറച്ച് ബോക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മക്കളൊന്ന് ഓർത്ത് വെച്ചോ. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഭഗത് സിംഗ് ആണ്. അതേപോലെ തന്നെ ഗദ്ദാർ പാർട്ടി ലാല ഹർദയാലാണ്. ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്നത് റാഷ് ബിഹാരി ബോസാന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ് ആണെന്നുള്ളതും ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള വസ്തുതകൾ കൂടി നമുക്കൊന്ന് നോക്കാം. അതായത് അഭിനവ് ഭാരത് സൊസൈറ്റി, അത് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഡി സവർക്കറിൻ്റെയാണ് അഭിനവ് ഭാരത് സൊസൈറ്റി. ഓക്കെ, അപ്പോൾ അഭിനവ് ഭാരത് സൊസൈറ്റി, അഭിനവ് ഭാരത് സൊസൈറ്റി ആരുടെയാണ്? വി ഡി സവർക്കറുടെയാണ് അഭിനവ് ഭാരത് സൊസൈറ്റി. അടുത്തത് അനുശീലൻ സമിതി ആരുടെയാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? ബരീന്ദർ കുമാർ ഘോഷും പുലിൻ ബിഹാരി ദാസാണ്. അപ്പോൾ ബരീന്ദർ കുമാർ ഘോഷും
പുലീൻ ബിഹാരി ഇതാണ്. ഓക്കെ, ഇനി ഗദ്ദാർ പാർട്ടി. ഓക്കെ, ഗദ്ദാർ പാർട്ടി ആരുടെയാണ്? ലാല ഹർദയാലിൻ്റെയാണ് ഗദ്ദാർ പാർട്ടി. ഇനി ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് റിപ്പബ്ലിക്കൻ ആർമി ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് സൂര്യ സെന്നിൻ്റെയാണ്. സൂര്യ സെന്നാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി എന്നുള്ളത് കൂടി ഓർത്ത് വയ്ക്കുക. നമുക്ക് ആ SCERTയിലെ ജസ്റ്റ് ബോക്സ് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഓടിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാനായിട്ട് എക്സാമിന് മുന്നേ. സമരവും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് SCERTയിലെ ചാപ്റ്ററാണ്. സ്റ്റാൻഡേർഡ് 10ലെയാണ് ഈ ഒരു ചാപ്റ്റർ വരുന്നത്. ഓക്കെ.